ഏപ്രിൽ 2 പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഇറ്റലിയിലെ സാൻ മാർക്കോയിലെ ഫ്രാൻസിസ്കൻ ഫ്രയറിയിൽ 1 വർഷം ചെലവഴിച്ചതിനു ശേഷം 14-ാം വയസ്സിൽ പവോളയ്ക്കടുത്തുള്ള കടൽ തീരത്തുള്ള ഒരു ഗുഹയിൽ സന്യാസിയായി ജീവിച്ചു. മറ്റുള്ളവരും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. തൻ്റെ ആദ്യത്തെ ഫ്രയറി ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി, അതിൻ്റെ വിനയത്തെ സൂചിപ്പിക്കാൻ അദ്ദേഹം ഫ്രാട്രസ് മിനിമി എന്ന പേരിൽ ഓർഡറിൻ്റെ നിയമങ്ങൾ ഫ്രാൻസിസ്കന്മാരുടെ നിയമങ്ങൾക്ക് സമാനമാണെങ്കിലും കൂടുതൽ കഠിനമായവയായിരുന്നു. 1474-ൽ മാർപ്പാപ്പയുടെ അംഗീകാരത്തിന് ശേഷം ഓർഡർ ഇറ്റലിയിലൂടെ ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി, ബൊഹേവിയ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. രോഗബാധിതനായ ഫ്രാൻസിലെ ലൂയി 11-ാമൻ രാജാവ് സിക്സ്റ്റസ് 4-ാമൻ മാർപ്പാപ്പയോട് ഫ്രാൻസിസിനെ തൻ്റെ അവസാന നാളുകളിൽ തൻ്റെ അടുത്തേക്ക് അയക്കാൻ പ്രേരിപ്പിച്ചു. തുടർച്ചയായി വന്ന രാജാക്കന്മാർ ഫ്രാൻസിസിനു വേണ്ടി ആശ്രമങ്ങൾ പണിതു. മരണം വരെ അദ്ദേഹത്തെ ഫ്രാൻസിൽ പാർപ്പിച്ചു. 1506ഓടെ ജൂലിയസ് 2-ാമൻ മാർപ്പാപ്പ നിശ്ചിത മിനിം ഭരണം അംഗീകരിച്ചപ്പോൾ ഫ്രാൻസിസ് കന്യാസ്ത്രീകൾക്കായി 2-ാമത്തെ ക്രമവും 3-ാമത്തേത് സാധാരണക്കാർക്ക് വേണ്ടിയും സ്ഥാപിച്ചു. ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും മാംസം, മുട്ട അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ എന്നിവ കഴിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന കടുത്ത സന്യാസി റോമൻ കത്തോലിക്ക ക്രമമാണ് മിനിം ഫ്രയേഴ്സുടേത്. ഫ്രാൻസിസിനെ ഇറ്റാലിയൻ നാവികരുടെ രക്ഷാധികാരിയായി 1943 പയസ് 12-ാമൻ മാർപ്പാപ്പ നാമകരണം ചെയ്തു. കാരണം അദ്ദേഹത്തിന് നടന്ന അത്ഭുതങ്ങളിൽ പലതും കടലുമായി ബന്ധപ്പെട്ടതാണ്.